ബന്ധപ്പെട്ട് നോമ്പിന് പ്രത്യേകം ഒഴിവാക്കേണ്ട എന്തെങ്കിലും ഭക്ഷണം ഉണ്ടോ എന്നുള്ളത്? നോമ്പിന് നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ പ്രധാനമായും നമ്മളെല്ലാവരും നോമ്പിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കപ്പെട്ടിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അതായത് നമ്മൾ ബ്രെഡ് വാട്ടിയത്, അതേപോലെ തന്നെ പഴം പൊരിച്ചത്, ഉന്നക്കായ, സമൂസ പോലെയുള്ള ഫാറ്റി ഓയിലി ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നതാണ് ശരീരത്തിന് വളരെ നല്ലത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു 10 മണിക്കൂർ 12 മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുകയും പെട്ടെന്ന് തന്നെ ഇത്രയും ഓയിലി ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ വയറിനകത്തും ആസിഡിൻ്റെ അളവ് കൂട്ടുകയും അത് ശരീരത്തിനെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ മധുരമുള്ള ജ്യൂസുകളും അതേപോലെ കോള പോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്കുകളും പാക്കറ്റ് ജ്യൂസുകളും നോമ്പ് തുറക്കുന്ന സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഷുഗർ വളരെയധികം കൂടിയിട്ടുള്ള ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ ശരീരത്തിലേക്ക് എത്തുന്ന സമയത്ത് ശരീരം അതിനെ ദഹിപ്പിക്കാൻ വേണ്ടി കൂടുതൽ പണിയെടുക്കേണ്ടി വരികയും നമുക്ക് പിന്നീട് ക്ഷീണം അനുഭവിക്കാൻ സാധ്യത കൂടുതലായി വരികയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ശരീരത്തിന് ദാഹം കൂടാനും ഇത് കാരണമായേക്കാം. അതുപോലെ തന്നെ ചായ, കാപ്പി അമിതമായിട്ടുള്ള ഉപയോഗം നോമ്പിന് കുറയ്ക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള ചായയുടെയും കാപ്പിയുടെയും ഒക്കെ ഉപയോഗം നമ്മൾ കൂടുതൽ മൂത്രം പുറത്തേക്ക് പോകാൻ കാരണമാവുകയും ശരീരത്തിൽ നിർജ്ജലീകരണത്തിന് അത് കാരണമാവുകയും ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പകൽ സമയത്ത് കൂടുതൽ ദാഹം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അത്താഴം കഴിക്കുന്ന സമയത്ത് ചായയും കാപ്പിയും ഒക്കെ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ അതേപോലെ തന്നെ നോമ്പ് തുറന്ന ഉടനെ കൂടിയ അളവിൽ നമ്മൾ നെയ്ച്ചോറ്, ബിരിയാണി പോലെയുള്ള ഹൈ ഫാറ്റി ഡയറ്റുകളും ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ ഉപ്പ് കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന അച്ചാറ്, ഉണക്കമീൻ, അതേപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് പോലെയുള്ള, പിന്നെ അതേപോലെ തന്നെ ഉപ്പിലിട്ടത്, പപ്പടം പപ്പടത്തിൻ്റെ അമിതമായ ഉപയോഗം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇത് പകൽ സമയത്ത് ദാഹം വർദ്ധിപ്പിക്കാനും ക്ഷീണത്തിനും കാരണമായേക്കാം. പിന്നെ മൈദ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, പൊറോട്ട, അതേപോലെ തന്നെ ബ്രെഡ്, ബണ്ണ്, ബേക്കറി ഐറ്റംസ്, മൈദ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുബൂസ് പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ശരീരത്തിനെ ദോഷകരമായി ബാധിച്ചേക്കാം. പിന്നെ കൂടുതലായി ഭക്ഷണം കഴിക്കുന്നതും, അത് നോമ്പ് തുറന്ന ഉടനെ അമിതമായി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് പിന്നീട് അത് ക്ഷീണമുണ്ടാക്കുകയും രാത്രി നമസ്കാരങ്ങൾക്കൊക്കെ പ്രയാസം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. ഇവിടെ സൂചിപ്പിച്ചതിൽ എണ്ണക്കടീൻ്റെ വിഷയം, എണ്ണക്കടി പൂർണ്ണമായിട്ട് ഒഴിവാക്കണോ അതോ കുറച്ച് കഴിക്കുക എന്നുള്ള രീതിയിലാണോ? ഇപ്പോൾ ചായൻ്റെയും അല്ലെങ്കിൽ വേറെ വിഷയങ്ങളൊക്കെ വിഷയം പറഞ്ഞ പോലെ തന്നെ കുറച്ച് കഴിക്കുക എന്നുള്ളതാണോ അതോ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം? നമ്മൾ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണ പലഹാരങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അകത്തുള്ള മൈദയുടെയും അതേപോലെ തന്നെ ഓയിലിൻ്റെയും അമിതമായ സാന്നിധ്യം കൊണ്ട് ശരീരത്തിന് ദോഷകരം തന്നെയാണ്. അത് നോമ്പല്ലാത്ത കാലത്തും ശരീരത്തിന് ദോഷകരമാണ്. അപ്പോൾ ഒരു പീസോ 2 പീസോ കഴിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ട് ഇല്ല എന്നത് ശരിയാണെങ്കിലും നോമ്പിന് നമ്മൾ 30 ദിവസവും തുടർച്ചയായി എണ്ണക്കടികൾ ഉപയോഗിക്കുന്നത് ശരീരത്തിന് ദോഷകരമായി ബാധിച്ചേക്കാം എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ആളുകൾ വളരെ കൂടുതൽ ഉപയോഗിക്കുന്നതും ഒഴിവാക്കാൻ പറ്റാത്തതുമായ ഒരു വിഭവമായി ഇത് മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്.